ആദിവാസി ഊരുകളിൽ ഓണത്തിന് നൽകി വന്ന 1000 രൂപ UDF നിർത്തലാക്കി എന്ന വാർത്തകൾ ഇപ്പോൾ തള്ളുകയാണ് മന്ത്രി കെ തുളസി. ധനസഹായത്തിന് പകരം ഓണക്കോടി നൽകുന്നത് ഗോത്ര വിഭാഗക്കാരുടെ ആവശ്യം പരിഗണിച്ചാണെന്നും രേഖാമൂലം അവർ എഴുതി തന്നിട്ടുണ്ട് എന്നും മന്ത്രി അമൃത ന്യൂസിനോട് പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ ഓണക്കോടി പദ്ധതിയാണ് പുനഃസ്ഥാപിച്ചതെന്നും മന്ത്രിയുടെ വിശദീകരണം. ആദിവാസി മേഖലയിലെ മൊബൈൽ മാവേലി സ്റ്റോറുകൾ പദ്ധതി ഞായറാഴ്ച അട്ടപ്പാടിയിൽ ഉദ്ഘാടനം ചെയ്യും. സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയിൽ SC/ST വകുപ്പിലെ പദ്ധതികൾ 1.5 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് 60 വയസ്സ് മുതലുള്ള പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്ക് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് 1000 രൂപ വീതം ഓണസമ്മാനം നൽകിയിരുന്നത്. സ്വന്തമായി അക്കൗണ്ട് ഉള്ളവർക്ക് ബാങ്ക് വഴിയും അല്ലാത്തവർക്ക് SC/ST പ്രൊമോട്ടർമാർ വഴിയും രേഖകളുടെ അടിസ്ഥാനത്തിൽ നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 5.28 കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷം സർക്കാർ അനുവദിച്ചിരുന്നത്. എന്നാൽ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 1000 രൂപയ്ക്ക് പകരം ഓണക്കോടി നൽകാൻ തീരുമാനിച്ചതോടെ ശക്തമായ വിമർശനമുയർന്നു. പണത്തിനു പകരം ഓണക്കോടി നൽകുന്നതിന് പിന്നിൽ വൻ അഴിമതിയെന്ന് ദളിത് സംഘടനകൾ ആരോപിച്ചു. എന്നാൽ ഈ വിമർശനങ്ങൾ തള്ളുകയാണ് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി കെ തുളസി. തെറ്റായിട്ടുള്ള പ്രചരണം പല മേഖലകളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്കിതിൽ സൂചിപ്പിക്കാനുള്ളത് പല മുതിർന്ന ആളുകളും ഗോത്ര വിഭാഗ മേഖലയിൽ നിന്നുള്ള ആളുകൾ നമ്മളോട് ഈ ഓണക്കോടി പദ്ധതി പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞ് നമ്മളോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചല്ലേ ഒരു സർക്കാർ പ്രവർത്തിക്കേണ്ടത്. അപ്പം അത് രേഖാമൂലം തന്നെ എഴുതി തന്ന ആളുകളുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതല്ലേ ഒരു വകുപ്പിന് ഒരു സർക്കാരിന് ചെയ്യാനായിട്ട് സാധിക്കുക. സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതികളിൽ SC/ST പിന്നാക്കക്ഷേമ വകുപ്പിലെ പദ്ധതികൾ 1.5 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. സ്വയം തൊഴിൽ ഉൾപ്പെടെ പിന്നാക്ക വിഭാഗക്ഷേമത്തിനായുള്ള 100 കോടിയുടെ പദ്ധതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ST വിഭാഗത്തിൽ പെട്ട ഒരു പദ്ധതി നമ്മുടെ പൂർത്തീകരിച്ച് നമ്മൾ ചെയ്യുമെന്ന് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു 90 ദിവസം ആകുമ്പോഴേക്കും നമ്മൾ അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പദ്ധതികളും പൂർത്തീകരിക്കാൻ തക്ക രീതിയിൽ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ആദിവാസി ഊരുകളിൽ അവരുടെ പ്രദേശത്ത് തന്നെ മൊബൈൽ മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങൾ എത്തിക്കുന്നത് ഓണക്കാലത്ത് സർക്കാരിന്റെ മറ്റൊരു പദ്ധതിയാണ്. ഈ മാസം 23-ന് അട്ടപ്പാടിയിൽ ഉദ്ഘാടനം ചെയ്യും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.